ഓം നമ ശിവായ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ. അപ്പോൾ ഈ വിരലിനോട് എന്ന ഒരു കാര്യം കൂടെ എനിക്ക് ഈ വിരലും നമ്മുടെ സൂര്യവിരലുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, നമ്മളൊരു ഒരു ഒരു വ്യക്തിയുടെ ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ ഒരു മെഷർമെന്റ് പോലും നമുക്ക് ഈ രണ്ട് വിരലുകളുടെ ലെങ്ത് വെച്ചിട്ട് പറയാൻ പറ്റുന്നതാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ ഒരു പുരുഷന് അദ്ദേഹത്തിന്റെ മോതിര വിരല് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിനേക്കാൾ നീളം കൂടുതലാണെങ്കിൽ അവർക്ക് പുരുഷത്വമുള്ള പുരുഷൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കറക്റ്റായിട്ട് ഫംഗ്ഷനാലിറ്റി ഉള്ള പുരുഷൻ എന്ന് പറയാം. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ത്രീത്വം കൂടുതലുള്ള സ്ത്രീയിലാണെങ്കിൽ ആ സ്ത്രീക്ക് അവരുടെ ഇൻഡെക്സ് ഫിംഗർ അവരുടെ റിംഗ് ഫിംഗറിനേക്കാൾ നീളം കൂടിയിരിക്കണം എന്നുള്ളതാണ്. ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഞാൻ ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോ ഇതിനോടൊപ്പം തന്നെ നമുക്ക് അടുത്ത മേജർ മണ്ഡലം സൂര്യ ചന്ദ്രായ മംഗളായ ബുധായ ഗുരു ശുക്ര ശനി വെച്ച്. അപ്പോ ഗുരുമണ്ഡലമാണ് കൈകളിലെ ഏറ്റവും വലിയ മണ്ഡലം. ഏറ്റവും വലിയ മണ്ഡലം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പെരുവിരലിന് താഴെ വരുന്ന വലിയ മണ്ഡലം. അപ്പൊ ഈ ശുക്രമണ്ഡലത്തെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നത് നമുക്ക് നമ്മുടെ തമ്പിനെ കുറിച്ച് പറയാണ്ട് പോകാൻ പറ്റില്ല. തമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഈ തമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ഫിംഗർ ആണ്. ഇതിന് ഈ വിരലിന് മാത്രമുള്ള ഒരു പവറാണ്. മറ്റു വിരലുകളെല്ലാം സ്റ്റേബിൾ ആയിട്ട് അലങ്കാണ്ട് വെച്ചുകൊണ്ട് ഈ വിരലിന് മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആത്മബലത്തെ ഒക്കെ കുറിക്കുന്ന വിരലാണ്. അപ്പൊ ഈ വിരൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഈ പറഞ്ഞ കൂട്ട് രോഗങ്ങൾ മാത്രമല്ല, ഈ ക്രിമിനൽസിനെ ഐഡന്റിഫൈ ചെയ്യാനും ക്രൈംസ് മനസ്സിലാക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കൈ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മാത്രമേ ഉള്ളൂ ഈ തള്ളവിരലിന്റെ ഫംഗ്ഷൻ ഇത്രയും പ്രോപ്പർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ജീവികൾക്കില്ല. ജീവികൾക്കും തള്ളവിരലില്ല. ഇല്ല, കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ട് പാർട്ട് പറയാം. ഈ തള്ളവിരലിന്റെ ആദ്യത്തെ പാർട്ട് ഒരാളുടെ വിൽ പവറിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടാം പാർട്ട് അയാളുടെ ലോജിക്ക്. വിൽ പവർ, ലോജിക്ക്, ഇത് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വിൽ പവർ ഉണ്ടായിട്ട് ലോജിക്ക് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിന് എത്രയോ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇതിന് ഭയങ്കര യൂണിക്നെസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വൈത്തീശ്വരൻ കോവിലാണെങ്കിൽ ഇതിന്റെ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ ആധാറിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. അത്രയും ഇമ്പോർട്ടൻസ് ഈ വിരലിന് ഉണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ ഏകലവ്യന്റെ ഈ വിരലില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ശുക്രമണ്ഡലത്തെ കുറിച്ചാണ്. അപ്പൊ ശുക്രമണ്ഡലം അല്ലെങ്കിൽ വീനസ് മൗണ്ട് ആണ് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ഡിസൈഴ്സിന്റെ എല്ലാം ആധിപത്യം. അപ്പം സൂര്യൻ ഈ പറയുന്ന രീതിയിൽ ആത്മീയമാണെങ്കിൽ ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ഡിസയർ കംപ്ലീറ്റ് നിൽക്കുന്നത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾക്ക് ഈ ഫിസിക്കാലിറ്റിയിൽ നമുക്കുണ്ടാകും വാഹനം, വസ്തു, വീട്, കാമാസക്തി, ഇതെല്ലാം സെക്സ്, ഇതെല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വരുന്നത്. അപ്പൊ ഈ ശുക്രമണ്ഡലത്തിന്റെ ഊർജ്ജ താഴ്ചകൾ ബേസ് ചെയ്തിട്ട് ഒരാളുടെ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അഗ്രഹിച്ച് പറയാം. അപ്പൊ ശുക്രമണ്ഡലം അധികം ഉയരാനും പാടില്ല, അധികം താഴ്ന്നിരിക്കാനും പാടില്ല. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഇന്റർപ്രിട്ടേഷനിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ശുക്രമണ്ഡലമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷുവലി ട്രാൻസ്ഫേർഡ് ആകുന്ന ഡിസീസ്, STD പോലുള്ള പ്രശ്നങ്ങൾ. ശുക്രമണ്ഡലത്തിൽ കറുത്ത പാട് എവിടെ വന്നു കഴിഞ്ഞാൽ ദോഷകരമാണ്. ഈ കറുത്ത പാടുകൾ എന്ന് കഴിഞ്ഞാൽ അമ്മാതിരി ഡിസീസ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപവാദങ്ങൾ പെടുന്നവർക്കൊക്കെ ആദ്യം ശുക്രമണ്ഡലത്തിൽ കറുത്ത പാട് കാണിക്കുകയാണ് ചെയ്യുക. അത് വന്നിട്ട് അതിലോട്ട് ഡിഫമേഷൻ ആണെങ്കിലും എന്ത് പ്രശ്നത്തിലും പോകും. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് നമുക്ക് അഡ്വാൻസ് ആയിട്ട് വാണിംഗ് കൊടുക്കാം. ഇതൊരു സോർട്ട് അനാലിസിസ് ആണല്ലോ. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് എന്ന് പറയുന്നവിടെ നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു ടൂളാണ്. അപ്പം ഇതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളിൽ ഈശ്വരീയ സങ്കല്പമുള്ള ശനീശ്വരനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കർമ്മത്തിന്റെ ആളായ ഏറ്റവും സെൻറ്ററിൽ ഏറ്റവും നീളം കൂടിയ നമ്മുടെ ഈ വിരല് അല്ലെങ്കിൽ നീളം കൂടിയ ഈ വിരലിന്റെ താഴെ വരുന്ന ഈ മൗണ്ടാണ് നമ്മുടെ ശനി മണ്ഡലം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു കർമ്മകാരകത്വമാണ് ശനി. ശനി എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഫോർച്യൂൺ ലൈൻ വന്ന് നിൽക്കുന്നത്. ശനി മണ്ഡലത്തിൽ ഫോർച്യൂൺ ലൈൻ എത്തിച്ചേരുന്ന വ്യക്തികൾക്കെല്ലാം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാകും. ലേറ്റ് ആനാലും ലേറ്റസ്റ്റാ വരുവാറെന്ന് രജനീകാന്ത് சொல்ற മാതിരി ഈ ശനി കൊടുക്കുന്നതൊന്നും തിരിച്ചെടുക്കില്ല. പക്ഷെ എപ്പോഴും അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. ഒരാൾക്ക് ബാബയുടെ വാക്കുകൾ പറഞ്ഞ് ശ്രദ്ധ ആൻഡ് സബൂരി ഉണ്ടെങ്കിൽ നമുക്ക് ശനിഭവൻ ഏറ്റവും അനുഗ്രഹം. ശനിഭവനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ശനിദേവനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത്.
ആ പേടിയുടെ കാരണം നവഗ്രഹങ്ങളിൽ ഈശ്വര സ്ഥാനമുള്ള ശനിക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു അഡ്വക്കേറ്റ് എന്ന രീതിയിലാണ് ഞാൻ ശനീശ്വരന് കൊടുക്കുന്ന ഒരു സ്ഥാനം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പ്ലേസ് ആണ്. ജഡ്ജ്മെന്റും കൂടെ ആണല്ലോ, ജഡ്ജ്മെന്റും കൂടെയാണ്. കാരണം അദ്ദേഹം നീതിപതിയാണ്, ന്യായാധിപനാണ്, നീതിപതിയാണ്, എല്ലാത്തിന്റെയും കർമ്മകാരകത്വം എല്ലാം ഇതാണ്. ഡിസിപ്ലിൻഡ് ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഡിസിപ്ലിനാണ്. അദ്ദേഹത്തിന് ഹാർഡ് വർക്ക് പീപ്പിളിന്, അവർ ലേസി പീപ്പിൾസിനെ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ പറയും ശനി നമ്മളെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മൾ ഈ ലോക്കൽ ലെവലിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം 8ന്റെ പണി 8 എന്ന് പറയുന്നത് നമ്മൾ ശനീനെ റെപ്രസെന്റ് ചെയ്യാണ്. അത് നമുക്ക് എവിടെ പോയി ഒളിച്ചാലും നമ്മളൊരു ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റ് പണിഷ്മെന്റ്. നമ്മൾ നല്ല കർമ്മ ചെയ്യുന്നു, മറ്റുള്ളൊരു വ്യക്തിയോടൊത്ത് നമ്മൾ സഹാനുഭൂതിയോടുകൂടെ പെരുമാറുകയാണെങ്കിൽ ശനി ഭഗവാൻ ഒരിക്കലും നമ്മളെ ശിക്ഷിക്കില്ല. നമ്മൾ 100% പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പൊ ശനി ഭഗവാൻ ക്ലീനിങ്ങിന്റെ ആളാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട് ക്ലീൻ ചെയ്യുക, നമ്മുടെ വീട് തൂത്ത് വൃത്തിയാക്കാൻ വരുന്നവര്. അവര് താഴെക്കടയിലുള്ള ആൾക്കാരെന്ന് പോലും പറയാൻ പറ്റില്ല. അവര് മോസ്റ്റ് റെസ്പെക്റ്റഡ് പീപ്പിൾസ് ആണ്. അത് ബാബ എപ്പോഴും ബാബ എപ്പോഴും കാണുന്നതാണ്. അവരെ ഒരു അർഹിക്കുന്ന പ്രതിഫലം ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ മുതലാളി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഏറ്റവും ഉയർച്ചയിലോട്ട് പോകുന്നതാണ്. തൊഴിലാളികളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറുക, അതായത് ഏറ്റവും ഡൗൺവേർഡ്സ് എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന തൊഴിൽ ചെയ്യുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചും ശനി ഭഗവാൻ പറയുന്ന എന്താണ്, ഒരിക്കലും ആരെയും ഒരു ഡിസേബിലിറ്റി വെച്ച് കുറ്റം പറയാനുള്ള റൈറ്റോ പ്രിവിലേജോ നമ്മൾ ഏതൊരു മനുഷ്യനും ഇല്ല. നമ്മൾ ഇൻഡയറക്ട്ലി ക്രിയേച്ചറെ കുറ്റം പറയുന്നു. അതാണ് നമ്മളൊരു കാലില്ലാത്ത ഒരാളിനെ കളിയാക്കുന്നു, കണ്ണില്ലാത്തവരെ കളിയാക്കുന്നു, ഒരിക്കലും പാടില്ല. നമ്മളെ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ചിന്തിക്കാന്ന് മാത്രമല്ല, അവർക്ക് നമ്മളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നീതിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുക. എപ്പോഴും സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് ആണ് സാറ്റേൺ. അപ്പൊ സാറ്റേണിനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങൾ സാറ്റേൺ ഉണ്ട്. അപ്പൊ സാറ്റേൺ നമ്മുടെ കർമ്മത്തിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് സാറ്റേൺ. അപ്പൊ നമ്മൾ ധർമ്മം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. പിന്നെ സാറ്റേണിന്റെ ദോഷങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ടാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം കഷ്ടപ്പെടുന്നവരെയും ബുദ്ധിമുട്ട് വരുന്നവരെയും സഹായിക്കുക. ഇനി കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്, കുടുംബക്ഷേത്രമാണ് അവരെല്ലാം എങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും മനോഹരമായിട്ട് അവർ ചെയ്യേണ്ട ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട പരിസരം ക്ലീൻ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ റൂംസ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന എച്ചിൽ പാത്രങ്ങൾ തീർച്ചയായും കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ജീവിതത്തെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടോയ്ലറ്റ് നമ്മൾ തന്നെ സ്വയം ക്ലീൻ ചെയ്യുന്നതാണ് ശനിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും മനോഹരമായ മാർഗം. ഒരിക്കലും നമ്മുടെ ടോയ്ലറ്റ് വേറൊരാളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കരുത്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ ബ്ലെസ്സിംഗ് ഓഫ് ശനിദേവ്, ലോർഡ് ശനിദേവ്, യു ഹാവ് ടു ക്ലീൻ യുവർ ടോയ്ലറ്റ് ആസ് യുവർ ഓൺ. ഇതിനപ്പുറം ഒന്നുമില്ല. അതാണ് ക്ലീൻലിനെസ് ആണ്. പിന്നെ നമ്മൾ ഒന്നും തന്നെ വലിച്ചു വാരി ഇടരുത്. നമ്മൾ മാനേജ്മെന്റിൽ പറയുന്ന പോലെ എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുക, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള തത്വം എന്ന് പറഞ്ഞാൽ കാക്ക എന്താണ്, കാക്ക ഇല്ലെങ്കിൽ ഈ ലോകം എത്ര വൃത്തികേടായിരിക്കും. ഈ ക്ലീനിങ്നെസ് കംപ്ലീറ്റ് കാക്കയാണ് നിർവഹിക്കുന്നത്. നമ്മൾ വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ഏറ്റവും ബുദ്ധിയുള്ള ഒരു ജീവിയാണ് കാക്ക. എത്ര സെൻസ് ചെയ്യാൻ കഴിവുള്ള ഇതാണ്. ഈ എള്ളുമായിട്ട് ലക്ഷണത്തിൽ പറയുന്നുണ്ട്, അല്പാഹാരം, ജീർണവസ്ത്രം, ഭഗധ്യാനം, കാകദൃഷ്ടിശ്വാനനിദ്ര. അപ്പൊ കാക്ക എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഫോക്കസ് ചെയ്യുന്നില്ല, അതിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മീൻസ് വായനോട്ടമല്ല, പല സ്ഥലങ്ങളിൽ നിന്നുള്ള നോളജിനെ ഇങ്ങനെ പ്രാപിച്ചെടുക്കാനുള്ള അതിന്റെ ഒരു തീർച്ചയായിട്ടും. പിന്നെ വേറെന്ന് പറയുന്നുണ്ട്, നമ്മൾ ഈ അതിന് കാക്കയ്ക്ക് 2 ഹൃദയങ്ങളുണ്ടെന്ന് പറയാറ്. അപ്പൊ അതിലൊന്ന് അതിന്റെ ഹൃദയവും അതിന്റെ ഇതിരിക്കുന്നതും മറ്റേത് ആത്മാക്കൾക്ക് വരാൻ വേണ്ടിയുള്ള ഒരു കാരേജ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാക്കകളെ നമ്മൾ പിതൃ സങ്കല്പമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത് ഈ കാരേജിലൂടെയാണ് പിതൃക്കൾ വരുന്നത്. അപ്പൊ ഇതിന് 2 ഹൃദയങ്ങളുള്ള ഒരു ജീവിയായിട്ടാണ് ഇതിന് അത് ഈ സങ്കല്പത്തിലാണോ മറ്റൊരു സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലെ തന്നെ അതിന് ഫോർഫാദേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നത്. പക്ഷെ നമ്മള് ഹിന്ദുക്കളെ ചെയ്യുന്ന വെച്ചാല് ഇതും പലപ്പോഴും പല വീഡിയോയിലും പറയുന്നത്, ആരാണ് കേൾക്കുന്നത് അറിഞ്ഞുകൂടാ, എങ്കിലും ആർക്കെങ്കിലും ഒരു ഉപയോഗം വരട്ടെന്ന് വെച്ചിട്ടാണ്. കാരണം എല്ലാ ദിവസവും കാക്കയെ നമ്മൾ അടിച്ചു പിടിക്കും, കാക്കയ്ക്ക് വേണ്ടി തോട്ട പൊട്ടിച്ച് ഓടിച്ചു കളയുക, അല്ലെ വിഷം വയ്ക്കുക. എന്നിട്ട് ഈ പിതൃ ശ്രാദ്ധത്തിന്റെ അന്ന് മാത്രം കൈയടിച്ചു പിടിക്കും. അപ്പൊ ഇവരാരും വരില്ല, പേടിച്ചും കൂടെ ആയിരിക്കും വരാത്തത്. അപ്പൊ നമ്മൾ ഉടനെ പറയും അത് പിതൃ ദോഷമാണ്, അതാണെന്നാണ്. പക്ഷെ നമ്മുടെ ഈ ജീവിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബൗള് വെള്ളം, ഇപ്പൊ നമ്മുടെ ചാനലുണ്ട് ഒത്തിരി പേര് പറയും, ഞാൻ എന്നും ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ ചാനലുണ്ട് ഒത്തിരി ആൾക്കാർ പറയുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് വെക്കുന്നുണ്ട്. ഒരു പിടി അരി വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് നമ്മുടെ ജീവിതം തുടങ്ങും. ഈ നെടുമങ്ങാട് പണ്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് ഒരു ദിവസം ഞാൻ കുറച്ച് നേരത്തെ എത്തിയ വെജിറ്റേറിയൻ ഹോട്ടലാണ്, SRV വെജിറ്റേറിയൻ, കോടതിയുടെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഇല്ല. അപ്പൊ ഇങ്ങനെ പടി ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു 12ാം നൂറ്റാണ്ടിലോ 13ാം നൂറ്റാണ്ടിലോ ഒക്കെ എത്തിയ പഴയ ഒരു കാലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു ദിവസം കുറച്ച് നേരത്തെ എവിടെ എത്തിയപ്പോൾ ഒരു അല്പം ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അകത്ത് പോയിട്ട് ഭക്ഷണം എല്ലാം വിളമ്പി ഇങ്ങനെ എടുത്തിട്ട് പുറത്തുകൊണ്ട് കാക്കയ്ക്ക് കൊണ്ട് കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടാണ് ആടിന് വിളമ്പി കൊടുത്തത്. എത്ര മഹനീയമായ നമ്മുടെ രാവിലെ
ഇത് ചെയ്യുക. അത് രാവിലെ പലരും ഈ എച്ചെല്ലാം കൂടെ വരികൊണ്ട് കൊടുക്കും. ഒരിക്കലും പാടില്ല. ആദ്യം നമ്മളിത് കൊടുക്കുക, ഇത് സമർപ്പിച്ചതിന് ശേഷം പിന്നെ ഉള്ളത് ഒക്കെ ഇട്ട് കൊടുക്കുക, അവരെ ഇഷ്ടപ്പെടുന്നത് തിന്നട്ടെ. പക്ഷെ നമ്മൾ ഇതൊരു സിസ്റ്റമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിൽ വലിയതായിട്ട് കാണിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ച് അരിപ്പൊടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തന്റെ കാലിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഉറുമ്പുകൾ അത്രയും വന്ന് കഴിക്കാൻ പോവുക. ഉറുമ്പ് 2 കാലിലും നിറഞ്ഞിട്ട് അദ്ദേഹം ഒരു കടി പോലും കടിച്ചില്ല, കഴിച്ച് സമാധാനമായിട്ട് അവർ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ ഉറുമ്പെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കോലം പൗഡർ വന്ന് ഈ ഉറുമ്പിന് തീറ്റി കൊടുക്കുന്ന ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്നും കൂടെ പറയുന്നത്. അപ്പൊ ഈ സാറ്റേണിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫോർഫാദേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി, നമ്മുടെ പ്രീവിയസ് ബർത്ത് കർമാസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, സാറ്റേണുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. അപ്പൊ സാറ്റേണുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം പറയാണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ മൂലാധാര ചക്രം, റൂട്ട് ചക്രം എപ്പോഴും സാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ മൂലാധാര ഈസ് എ പ്ലേസ് നമ്മുടെ പ്രീവിയസ് ബർത്ത് കർമാസ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് മൂലാധാരം. അപ്പൊ അവിടെ നമുക്ക് വാദപിത്ത കഫ പ്രകൃതത്തില് വാദപ്രകൃതമാണ് മൂലാധാരത്തിന്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ശനീശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടഡ് ആകുക എന്ന് പറയും. നമ്മുടെ ചെരുപ്പിടാണ്ട് തറയിൽ ചവിട്ടി നിൽക്കുന്നത് ഈ ശനീശ്വരന്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഡിസോർഡർ നമുക്ക് ഉള്ളിൽ ഒരു കർമാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ശനിയുടെ ലോകം എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു ഇതാണ്. എനിക്കതിനെ എത്രത്തോളം, ഞാനിതൊന്ന് പ്രോഡക്റ്റ് ഒന്നും സെയിൽ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, ആരും അതുകൊണ്ട് എന്നെ അത് കണ്ടിട്ട് വിളിക്കുമൊന്നും വേണ്ട. ഈ ലോകം എന്ന് പറയുന്നത് ഇരുമ്പാണ്. അപ്പൊ ഈ കുതിരയുടെ ലാടത്തിൽ യൂസ് ചെയ്യുന്ന മോതിരം ഈ വിരൽ ധരിക്കുന്ന ശനിയുടെ ഏറ്റവും മാറാത്ത ദോഷങ്ങൾ പോലും പരിഹരിക്കപ്പെടാൻ ചെയ്യുന്നതാണ്. ഈ കുതിരയുടെ ലാടം എന്ന് പറയുമ്പോൾ കുതിര ഹൈ പൊട്ടൻഷ്യൽ പവർ ഉള്ള ഒരു അനിമലാണ്. അത് കാലുകളാണ്. ഈ കാലും ശനിയുമായിട്ട് ഭയങ്കര ബന്ധമാണ്. നമ്മുടെ കാലുകൾ ശനീശ്വരനെ പ്രതിനിധീകരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ടഡ് ആകാനും ഭൂമി, അതായത് പഞ്ചഭൂത തത്വങ്ങളിൽ റൂട്ട് ചക്രയെ പ്രതിനിധീകരിക്കുന്നത് ഭൂമിയാണ്. ദോഷ സമയത്ത് കാലിന് വേദന വരും, പ്രത്യേകിച്ച് ഇടത് കാലിലാണ് അവരത് പറയുന്നത്. പിന്നെ ശനീനെ നമ്മൾ കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ഫോമാറ്റിൽ നമുക്ക് ബ്ലെസ്സിങ് കിട്ടുകയാണെങ്കിൽ കാലഭൈരവരെ ഭജിക്കുന്നത്. അതായത് ശനീശ്വരന്റെ ഗുരുവാണ് ലോർഡ് കാലഭൈരവ. അപ്പൊ അതുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുമ്പോൾ എനിക്കിത് പറയാതെ ഇരിക്കാൻ വയ്യ. ലാൽ ബഹദൂർ ശാസ്ത്രി മനോഹരമായ ഒരു സ്ലോഗൻ പറഞ്ഞിട്ടുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. അപ്പൊ അത് എത്ര മനോഹരമാണ് നോക്കുക. അവിടെ ജയ് ജവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിർത്തി കാക്കുന്ന, ഊണും ഉറക്കമില്ലാതെ അതിർത്തി കാക്കുന്ന നമ്മളെ ജവാന്മാരാണ് നമ്മൾക്ക് ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ട ജോബ് ചെയ്യുന്നവരെന്നാണ്. അത് രണ്ടാമത് നോക്കൂ, അതിരാവിലെ തൊട്ട് മണ്ണിൽ പണിയെടുത്ത് നമുക്ക് കഴിക്കുന്ന അന്നത്തിന് വേണ്ടി ചെയ്യുന്ന കർഷകർ, അവരാണ് അടുത്ത പ്രയോറിറ്റി ആയിട്ട് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് കൂട്ടി വായിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോർഡ് കാലഭൈരവ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രൊട്ടക്ഷന്റെയും ഗൈഡൻസിന്റെ ആളാണ് കാൽഭൈരവ ബാബ. അപ്പം അവിടെ നായിയുടെ ഒരു ബന്ധം കൂടെ വരുന്നുണ്ട്. അപ്പം അതും ശനീശ്വരനുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നായിക്ക് ആഹാരം കൊടുക്കാൻ വന്ന് ബാബ, ശ്രുതി ബാബ പലപ്പോഴും പറയുന്നുണ്ട്, കറുത്ത നായിക്ക് ആഹാരം കൊടുക്കൂ എന്ന് പറയുമ്പോൾ അല്ല, അങ്ങനെയല്ല, അത് ശനിയുടെ കളർ ആയതുകൊണ്ടാണ് നമ്മൾ അതിന് സ്ട്രെസ് ചെയ്യുന്നത്. തീർത്തും അത് മലയാളികളെല്ലാം അതാണ്. അപ്പം ഈ ഒരു പിന്നെ നമ്മുടെ ഭൈരവബാബയെ ഉപാസിക്കുന്നതും ശനിയുടെ ദോഷം കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കാളിമാതാവാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വർഷിപ്പ് ചെയ്യുന്നത്. കാളിമാതാവിനെ വർഷിപ്പ് ചെയ്യുന്നതും ശനി ദോഷങ്ങൾ പരിഹരിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക, മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുകയും അവരെ നല്ല രീതിയിൽ നമ്മളെ പോലെ തന്നെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അത് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ശനിദേവന്റെ അനുഗ്രഹം ഉണ്ടാകും. ശനിദേവനെ കുറിച്ചിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അത്രയും ഇമ്പോർട്ടൻസ് ശനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ വിരലിനെ നമുക്ക് ശനിദേവന്റെ വിരലിനെ ശൂദ്ര വിരൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മം, ശൂദ്ര ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഓരോരോ ജോബ്, അസൈൻഡ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഒരു പേഴ്സണ് എല്ലാം തന്നെ സ്വയം ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് മാനേജ്മെന്റ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റ് പറയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഈ ജാതി വ്യവസ്ഥയെ ഇങ്ങനെ ഇത്രയും കളിയാക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഗവൺമെന്റിൽ ഇത് അപ്രൂവ്ഡ് ആണ്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഉണ്ട്. അപ്പൊ ഇത് ക്ലാസ് 1 ഏറ്റവും ടോപ്പ് ഗസറ്റഡ് ആയി, മറ്റേ ക്ലാസ് 4 ജീവനക്കാരെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ജോലി ചെയ്യുന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്. അതെ. അല്ലെ, ശനിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം. ശനി അബണ്ടൻസ് തരുന്ന ഒരു ഗ്രഹമാണ്. പക്ഷെ വീണ്ടും പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്, ശനി തരുന്നത് ഒരിക്കലും തിരിച്ചറിയിട്ടില്ല. അത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടാവും. ഏറ്റവും സ്ലോ മൂവിങ് പ്ലാനറ്റ്സും കൂടെയാണ് ശനി. അപ്പൊ അതുകൊണ്ട് തന്നെ ശനിനെ കുറിച്ചിട്ട് പിന്നെ രാമായണത്തിലുള്ള കഥകളുണ്ട്, ഹനുമാൻ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ശനിനെ, എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹമുള്ളത് ശനീശ്വരനെ കുറിച്ചിട്ടാണ്. നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഓക്കെ.